ദൃശ്യം 3 ലാലേട്ടൻ നായകനാക്കി ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്യുന്ന പടമാണ് ദൃശ്യം സിനിമയുടെ തേർഡ് പാർട്ട് ആയിട്ടുള്ള ദൃശ്യം 3. ഒരു ചെറിയ പീരീഡിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ പടത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഡിസംബറിൽ ദൃശ്യം 3യുടെ ഫസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. ക്രിസ്മസിന് ഫസ്റ്റ് ലുക്ക് ആയിരിക്കും. നടുപ്പിൻ നായകൻ സൂര്യയുടെ 45ാമത്തെ സിനിമയാണ് RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന മാസ് ആക്ഷൻ സിനിമയായിട്ടുള്ള കറുപ്പുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ബിസിനസ് പ്രശ്നം, ഇപ്പൊ റീഷൂട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ പടം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസിന്റെ കാര്യം എടുത്താൽ ഇവര് ഡിമാൻഡ് ചെയ്ത് എമൗണ്ട് കൊടുത്ത് പടത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങാൻ ഒരു OTT പ്ലാറ്റ്ഫോം പോലും മുന്നോട്ട് വന്നിരുന്നില്ല. കാര്യം ഇവര് ചോദിച്ച എമൗണ്ട് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ OTT റൈറ്റ്സ് വിറ്റുപോകാതെ പടത്തിന്റെ റിലീസ് മുടങ്ങി കിടക്കുന്ന ടൈമിലാണ് അടുത്ത പ്രശ്നം വരുന്നത്, റീഷൂട്ട്. പടത്തിന്റെ ഷൂട്ട് മുഴുവൻ കഴിഞ്ഞ് പ്രീ പ്രൊഡക്ഷൻ ഒരുവിധം അവസാനിച്ച ടൈമിലാണ് കറുപ്പ് വീണ്ടും ഷൂട്ട് ചെയ്യുന്നത്. സൂര്യ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളുടെ ഷൂട്ട് ഇപ്പോഴും നടക്കുവാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ പടത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോഴും ഫാൻസിന് ആശ്വസിക്കാവുന്ന ഒരു വാർത്തയുണ്ട്. പടത്തിന്റെ OTT ഡീൽ ഉറപ്പിച്ചു വന്നപ്പോ കൺഫേം ആയിട്ടുണ്ട്. റിലീസിന് ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ നടക്കുന്ന ഷൂട്ട് കൂടി കംപ്ലീറ്റ് ആയി മറ്റ് പോസ്റ്റ് പരിപാടികൾ കൂടി പെട്ടെന്ന് കഴിഞ്ഞാൽ പടം ഈ 2026 ജനുവരി ലാസ്റ്റ് തന്നെ റിലീസ് ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. എല്ലാം നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ 2026 ജനുവരി 23 കറുപ്പ് വേൾഡ് വൈഡ് റിലീസിനെത്തും. അടുത്ത അപ്ഡേറ്റ് കറുപ്പ് സെക്കൻഡ് സിംഗിളിന്റെ ഭാഗത്തു നിന്നാണ്. കറുപ്പ് സിനിമയിലെ 2ാമത്തെ പാട്ടും ഇപ്പോ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഡിസംബർ സെക്കൻഡ് വീക്കിൽ കറുപ്പിലെ സെക്കൻഡ് സിംഗിൾ പുറത്തുവിടും, ലോക ചാപ്റ്റർ 2. മലയാളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ഡൊമിനിക് ആരോൺ ഡയറക്ട് ചെയ്ത വേഫാർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിലൊരു വൻ സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കം കുറിച്ചൊരു ഫ്രാഞ്ചൈസ് കൂടിയാണ് ലോക. നല്ല അപാര ഹൈപ്പർ ലൈറ്റും ആണ്. വരും പാർട്ടികൾ മലയാളത്തിൽ ഒരു സംഭവമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ലോകയുടെ സക്സസും ഹൈപ്പും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ലോക ചാപ്റ്റർ 2-നാണ്. ചാത്തൻ ടൊവിനോ തോമസ് ആണ് ലോക 2-ൽ മെയിൻ ലീഡിൽ വരുന്നത്. മൊത്തം ചാത്തന്മാരുടെ പരിപാടിയാ. ടൊവിനോ മൾട്ടിപ്പിൾ റോളിൽ വരുന്ന ഒരു പടം കൂടിയാണ് ചാപ്റ്റർ 2 ചാത്തൻ. പടത്തിൽ ഒടിയനായി ദുൽഖറും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ ഉണ്ടാവും. പിന്നെ ദുൽഖർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മൂത്തോനെ റിവീൽ ചെയ്യുന്നതും ചാത്തന്റെ ഈ ചാപ്റ്ററിലായിരിക്കും. അങ്ങനെയെങ്കിൽ ടൊവിനോ ദുൽഖറിനെയൊക്കെ കൂടാതെ മമ്മൂക്കയും ലോക 2-ൽ ഉണ്ടാവും. കേരള ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ ചാർജ് ആവാൻ ചാൻസ് ഉള്ള ഒരു പടം കൂടിയാണ് ലോക 2. ഇപ്പോ ലോക ചാപ്റ്റർ 2ന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ലോക 2ന്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ ഡയറക്ടർ ഡൊമിനിക് ആരോൺ ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ നേരത്തെ പറഞ്ഞിരുന്നത് എല്ലാ പാർട്ടിന്റെ സ്റ്റോറിയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞെന്നാണ്. അങ്ങനെയെങ്കിൽ ഇത് പടത്തിന്റെ പ്രീ പ്രൊഡക്ഷന്റെ ഒരു പ്രീ ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ പടം പെട്ടെന്നുണ്ടാവും, ഡിലേ ഇല്ല. എംപുരാൻ ഇനി അതിന്റെ കണ്ടിന്യൂറ്റിയുടെ ഭാവി എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. കാരണം ആ പടം ഇൻഡസ്ട്രിക്ക് അകത്തും പുറത്തും ചില സംഭവങ്ങൾക്ക് കാരണമായി. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. പൃഥ്വിരാജ് അടുത്തായി സംവിധാനം ചെയ്യാൻ പോകുന്ന പടം ലൂസിഫർ ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പടമായിട്ടുള്ള അസ്രായേൽ അല്ല. പൃഥ്വിരാജ് ഡയറക്ഷനിൽ 3 കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്ത ടൈസണും അല്ല. പൃഥ്വിരാജ് ഡയറക്ഷനിൽ അടുത്തായി വരാൻ പോകുന്നത് ഇന്ദ്രജിത്തിന്റെ ലീഡിൽ ഒരു വലിയ സിനിമയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രോജക്ട് നടന്നാൽ അത് അടിപൊളി പടമായിരിക്കും. കാര്യം എല്ലാരും പറയും പോലെ തന്നെ ചില്ലറയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ പെട്ടിയാണ് ആക്ടർ ഇന്ദ്രജിത്ത്. അപ്പൊ ഈ പടം നടക്കുവാണെങ്കിൽ ആ സ്വർണം തിളങ്ങും, അല്ലെങ്കിൽ അനിയൻ തിളക്കും. അങ്ങേരുടെ കഴിവൊന്നും മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അത് പൃഥ്വിരാജ് ഉപയോഗിക്കുമായിരിക്കും. ജയിലർ 2 നെൽസൺ ഡയറക്ട് ചെയ്യുന്ന രജനി സിനിമയാണ് ജയിലർ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ജയിലർ 2. രജനികാന്ത്, ലാലേട്ടൻ, ശിവരാജ് കുമാർ ഇവരൊക്കെ കൂടാതെ ഫാഫയുടെ ഒരു ചെറിയ ക്യാമിയോ ഒക്കെ ഉണ്ട് ഈ പടത്തില്. ഇപ്പോ ജയിലർ 2ന്റെ ഭാഗത്ത് നിന്ന് 3 അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് പടത്തില് ലാലേട്ടൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 2ാമത്തെ അപ്ഡേറ്റ് പടത്തിൽ ഒരു ചെറിയ പ്രധാന വേഷത്തിൽ ബാലയ്യ വരുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അപ്ഡേറ്റ് വരുന്നത് ജയിലർ 2-ൽ നിന്ന് ബാലയ്യ പിന്മാറി എന്നാണ്. 3ാമത്തെ അപ്ഡേറ്റ് ആ റോളില് ബാലയ്യക്ക് പകരം ഇപ്പോ വിജയ് സേതുപതി അഭിനയിച്ചു കൊണ്ടിരിക്കുവാണ് എന്നാണ്. ജനനായകൻ ദളപതിയുടെ ജനനായകൻ സിനിമയുടെ റിലീസിന് ഇനി 40 ദിവസം കൂടി ബാക്കിയുള്ളൂ. ജനുവരി 9-നാണ് പടം വേൾഡ് വൈഡായി റിലീസ് ആവുന്നത്. പടത്തിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ഇപ്പോ ഒരുവിധം സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 27-നാണ് മലേഷ്യയിൽ വെച്ച് പടത്തിന്റെ ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പടത്തിൽ മൊത്തം 6 പാട്ടുകളുണ്ടെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. അതിലൊന്ന് ദളപതി കച്ചേരി ഓൾറെഡി റിലീസ് ചെയ്തു. ഇനി ഒരു പാട്ടും കൂടി ഓഡിയോ ലോഞ്ചിന് മുന്നേ റിലീസ് ചെയ്യും. ജനനായകൻ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഡിസംബർ 4-ന് പുറത്തുവിടും. അടുത്ത അപ്ഡേറ്റ് ജനനായകന്റെ ബിസിനസിന്റെ ഭാഗത്ത് നിന്നാണ്. പടത്തിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒക്കെ ഇപ്പോ വിറ്റ് പോയിട്ടുണ്ട്. 110 കോടിക്കാണ് പടത്തിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് വിറ്റ് പോയത്. റെക്കോർഡ് റൈറ്റ്സ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ജനനായകൻ തമിഴ്നാട്ടിലെ ജസ്റ്റ് ഒരു ഹിറ്റ് ആവണമെങ്കിൽ തന്നെ ഇൻഡസ്ട്രി അടിക്കണം.
അതായത് നിലവിൽ ഇൻഡസ്ട്രീറ്റ് ആയ ലിയോയുടെ തമിഴ്നാട് കളക്ഷൻ 230 കോടിയാ. അത് ജനനായകൻ ബീറ്റ് ചെയ്താലേ ഹിറ്റ് ആവുകയുള്ളൂ. അപ്പോ ജസ്റ്റ് ഹിറ്റ് ആയ തന്നെ പടത്തിന്റെ സ്റ്റാറ്റസ് ഇൻഡസ്ട്രീറ്റാ, പക്ഷെ ഹിറ്റ് ആവണം. ലോകേഷ് 7 ലോകേഷ് കനകരാജിന്റെ അടുത്ത പടം, അതായത് ഡയറക്ഷനിൽ വരുന്ന പടം കൈദി 2 അല്ല എന്നാണ് സ്ട്രോങ് ആയിട്ട് റൂമർ വരുന്നത്. റൂമറാണ്. രജനി കമൽ പടം പലതവണ ഓണായി ഓഫ് ആവുമ്പോഴും കൈദി 2 പൊങ്ങി വരുന്നത് ഇപ്പോ പതിവാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന അപ്ഡേറ്റ് ലോകേഷ് കൈദി 2 ചെയ്യുന്നില്ല, പകരം വേറെ ഏതോ പടം ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസിംഗ് ആക്കുന്ന അപ്ഡേറ്റ്. ആദ്യം രജനി കമൽ പടമാണെന്ന് പറഞ്ഞു, പിന്നെ പ്രഭാസിന്റെ പടമാണെന്നും പിന്നെ അല്ലുവിന്റെ പടമാണെന്നും പറഞ്ഞ അപ്ഡേറ്റ് വന്നു. ഇപ്പോ ആ ലിസ്റ്റിലേക്ക് വേറൊരു പടം കൂടി കയറി വന്നിട്ടുണ്ട്. ലോകേഷ് കനകരാജ് ഡയറക്ഷനിലെ 7ാമത്തെ പടം അതൊരു പവൻ കല്യാൺ സിനിമയാണെന്നാണ് ഇപ്പോ റൂമർ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യുന്ന 7ാമത്തെ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പൊ നടന്നു വരികയാണ്. ലോകേഷൻ ടീം ഇപ്പോ ആ പടത്തിന്റെ വർക്കിലാണ് ഉള്ളത്. അതിന്റെ ഒരു സ്റ്റില്ലൊക്കെ കുറച്ചു ദിവസം മുമ്പ് പുറത്തു വന്നിരുന്നു. അതിന്റെ പിന്നാലെ വന്ന റൂമറാണ് ലോകേഷ് കനകരാജിന്റെ 7ാമത്തെ പടത്തിൽ ഹീറോ പവൻ കല്യാൺ ആണെന്ന്. ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോഴേ ഫാൻസ് ഒക്കെ പാതിച്ചത്ത്. പുള്ളിയുടെ ഫാൻ ബോയ് മരിച്ചിടന്ന് പണിയെടുത്ത് ഓജ് ചെയ്തിട്ടും ഹീറോ പവൻകാരും ആയതുകൊണ്ട് അങ്ങോട്ട് മെനയായില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ എല്ലാ എണ്ണവും ബ്ലാസ്റ്റ് ആയി. എല്ലാവരുടെ LC സ്വപ്നങ്ങൾ താഴെ പോയി. ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ മുതൽ എനിക്ക് തോന്നുന്ന ഒരു 100-ലധികം കമന്റ് വന്നു, ഈ ഒരു അപ്ഡേറ്റ് ഉള്ളതാണോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ഞാൻ മാറ്റിത്തരാം. ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്യാൻ പോകുന്ന പുള്ളിയുടെ 7ാമത്തെ പടം ഒരു പവൻ കല്യാൺ സിനിമയല്ല, ഇത് കൺഫേം ആണ്. പിന്നെ അത് ഏത് പടമാണെന്ന് ചോദിച്ചാൽ കൈദി 2 ആണെന്ന് ഉറപ്പിച്ചു പറയാനും പറ്റത്തില്ല. ഞാൻ എന്റെ ഒരു അറിവ് വെച്ച് പറയാനാണെങ്കിൽ അത് കൈദി 2 തന്നെ ആവാനാണ് സാധ്യത. ഇങ്ങനെ പറയാൻ കാരണം ലിയോ ടൈമില്, അതായത് ദളപതി 67 ആയിരിക്കുന്ന ആ ടൈമിൽ, അന്ത ടൈമിൽ വിക്രമിന് ശേഷം വിജയ് പടം എന്നൊരു റൂമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഇവർ തന്നെ അത് വേറെ പടമാണ്, രാംചരൺ പടമാണ്, വേറെ ആളെ വെച്ചുള്ള പടമാണ് എന്നൊക്കെയുള്ള കോൺട്രവേഴ്സീസ് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് മൊത്തം സോഷ്യൽ മീഡിയ കൺഫ്യൂസിംഗ് ആക്കിയതായി ലോകേഷ് കനകരാജ് തന്നെ പിന്നീട് കൺഫേം ചെയ്തിരുന്നു. ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് ഇൻസൈഡ് റിപ്പോർട്ടുകളെ ബൈപ്പാസ് ചെയ്ത് വേറെ വഴി കൊണ്ടുപോയി. എന്നിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസിന് ശേഷമാണ് ഒഫീഷ്യലായി ദളപതി 67 അനൗൺസ് ചെയ്തത്. ഇതും അങ്ങനെ എന്തോ പരിപാടി ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇമാതിരി വെളിവില്ലാത്ത അപ്ഡേറ്റ് എല്ലാ വെള്ളിയാഴ്ച വരത്തില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് 2-3 മാസത്തിനുള്ളിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും. അപ്പോൾ അത് കൈദി 2 ആയിരിക്കാനാണ് സാധ്യത. ധനഞ്ജയ് ശങ്കർ ഡയറക്ട് ചെയ്യുന്ന ദിലീപ് സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം ബബബ. ഈ ഡിസംബർ 18-ന് വേൾഡ് വൈഡായാണ് പടം റിലീസ് ആവാൻ പോകുന്നത്. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് പടത്തിന്റെ ട്രെയിലറിന്റെ ഭാഗത്തു നിന്നാണ്. ബബബ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിടാൻ പോവാണ്. ഡിസംബർ 8-ന് അല്ലെങ്കിൽ 9-ന് ബബബ ട്രെയിലർ പുറത്തുവിടും. അടുത്ത അപ്ഡേറ്റ് പടത്തിലെ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ ഭാഗത്തു നിന്നാണ്. ഈ പടത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ക്യാമിയോ റോളിലാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടന്റെ ഒരു മാസ് ആക്ഷൻ ക്യാമിയോ അപ്പിയറൻസ് ആണ് ബബബൈ. അപ്പോ ലാലേട്ടന് പടത്തിൽ ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ട്. ദിലീപ് ഏട്ടന് ടൈറ്റിൽ കാർഡ് ഉണ്ട്, പക്ഷെ ലാലേട്ടന്റെ ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്. ദ റിയൽ OG എന്നൊരു ടൈറ്റിൽ കാർഡാണ് ബബബൈ ലാലേട്ടന്റേത്. അപ്പോ ഡിസംബർ തുടങ്ങി ബബബയുടെ എല്ലാ കളർ പരിപാടികളും ഓൺ ആവാൻ പോവാണ്.